ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഫെനിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിജീവിതക്കെതിരെ സൈബർ ആക്രമണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. സൈബർ പോലീസാണ് കേസെടുത്തത്. അതിജീവിതയുടെ ചാറ്റ് ഉൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തി അധിക്ഷേപിച്ചു എന്നാണ് കേസ്. ഷഫീദ് റാവുത്തർ ചേരുന്ന വാർത്തകൾ. ഷഫീദ്, അതിൽ അതിജീവിതയുടെ പേര് പറയുന്നില്ല. ഫെനി ഇക്കാലയളവിൽ അതിജീവിതയിൽ നിന്ന് സ്വീകരിച്ച ഈ വാട്സാപ്പ് ചാറ്റുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. ഉറപ്പായും അതിൽ സംശയത്തിന്റെ മുൾമുനകളുണ്ട് എന്നാൽ തർക്കമില്ല. അത് സൈബർ ആക്രമണത്തിന് നാന്ദിയാവുന്നു എന്നതിലും തർക്കമില്ല. കേസെടുക്കുന്നതിൽ പോലീസ് പറഞ്ഞ ന്യായം എന്താണ് ഷഫീദ്? ഹാഷ്മി, ഇക്കാര്യത്തിൽ അതിജീവിത തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷം അവർക്കെതിരെ സൈബർ ഇടങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യക്തി അധിക്ഷേപം നടക്കുന്നു. മാത്രമല്ല ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അടക്കമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നേരത്തെ തന്നെ പരാതി നൽകിയതാണ്. ആ പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും സൈബർ വിഭാഗത്തിനും കൈമാറിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വെരിഫിക്കേഷൻ നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാദിനെ സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഫെനി നൈന ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് അതിജീവിത പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു. ഏതായാലും ആ വിഷയത്തിൽ അതിൽ മറ്റു ചില ചാറ്റുകൾ കൂടി ഫെനി നൈനാൻ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ആ വിഷയത്തിൽ സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിന്റെ നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.